നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും PSC എഡ്യൂക്കേഷൻ ആസ്പിറേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ചെറുതാകണമെങ്കിൽ ലോകത്തിൽ ഒരാളുടെ സമ്മതപത്രം നിങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങളുടേത് മാത്രമാണ്. നമ്മൾ ചെറുതാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഇത്തരത്തിൽ ചെറുതാകണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലരും പറയാറുള്ളൊരു കാര്യമാണ് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എന്ത് കാര്യത്തിലും ടെൻഷൻ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം ഈ ടെൻഷൻ ഒഴിവാക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്ന് അത്തരം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എങ്ങനെ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാം. അതിപ്പോ നിങ്ങളുമായി ബന്ധപ്പെടുന്ന ഏത് സാഹചര്യത്തിലായാലും ടെൻഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ചുറ്റിനും എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ ടെൻഷനെ നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ചെറുതാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ തന്നെ ഒരു സമ്മതപത്രം ആവശ്യമാണ്. ആ ഒരു സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നിങ്ങൾ ചെറുതാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറുതാകണോ വലുതാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ടെൻഷൻ ഒഴിവാക്കണമെങ്കിൽ ചിലവർ ഈ ടെൻഷനൊക്കെ കൂടിയിട്ട് ഡിപ്രഷൻ സ്റ്റേജ് വരെ അല്ലെങ്കിൽ നിരാശ ബാധിച്ച് വല്ലാത്തൊരു സ്റ്റേജ് വരെയൊക്കെ പോകാറുണ്ട്. ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി നിർത്തണം. എപ്പോഴും നമുക്കറിയാം നിരാശയിൽ നിന്നാണ് കൂടുതൽ പേർക്ക് ഒരു നിരാശ എന്തെങ്കിലും നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ശ്രമിച്ചു, അപ്പോൾ അതിൽ നിന്നൊരു നിരാശയിൽ നിന്നാണ് പലപ്പോഴും ഈ ഒരു ടെൻഷൻ എന്നുള്ള കാര്യം നമുക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നിരാശ ഒഴിവാക്കണം. ഈ നിരാശ കൂടുതൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ നിഷ്ക്രിയമായിട്ടിരിക്കുമ്പോഴാണ്, ഒന്നും ചെയ്യാതെ മനസ്സ് ഒന്നും ചെയ്യാതെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് മനസ്സിൽ ഈ പറഞ്ഞ നിരാശ കുടിയേറിയിരിക്കുന്നത്. അപ്പോൾ നിരാശ എന്നുള്ള ഒരു കാര്യം തന്നെ ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ടെൻഷനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ടെൻഷന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായി. ഒരു പരീക്ഷയിൽ നിങ്ങൾ വിചാരിച്ച അത്രയും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ വരാറുണ്ട് അല്ലെ? അപ്പോൾ അങ്ങനെ ടെൻഷൻ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷൻ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ഇതിനെ ഒഴിവാക്കാം. അതിൽ ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കണ്ടു പഠിക്കേണ്ടത് കുട്ടികളെയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്ന് പഠിച്ചു തുടങ്ങാം അല്ലെ? കുട്ടികളിൽ നിന്ന് എങ്ങനെ പഠിച്ചു തുടങ്ങാം? ഈ കുട്ടികളുമായിട്ട് കൂടുതൽ, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് പാട്ട് പാടി കൊടുക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് കുഞ്ഞു കുഞ്ഞു കളികളിൽ ഏർപ്പെടുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ടെൻഷനായിട്ടിരിക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മളും ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഓർത്താൽ മതി, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമുക്ക് ഉണ്ടായിരുന്ന അതേ കുറച്ചെങ്കിലും ആ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് മടങ്ങി പോകാനായിട്ട് സാധിക്കും. ടെൻഷൻ എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ചിന്താഗതിയാണ് അല്ലെ? അപ്പോൾ അതാണ് ഒന്നാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ടെൻഷനുള്ള സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അവരുമായിട്ട് കളിക്കുക, പാട്ട് പാടുകയോ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അത് നമുക്ക് നല്ല റിലാക്സേഷൻ ആണ്. കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല, എത്ര ടെൻഷൻ ഉണ്ട്, അവർ കരഞ്ഞാലും അടുത്തൊരു നിമിഷം തന്നെ അവർ പെട്ടെന്ന് അവരുടേതായ കളികളിലും ലോകത്തിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു നല്ല മാർഗമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ടെൻഷനൊന്നും കുറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികളോട് കളിക്കാനും ചിരിക്കാനും ഒന്നും പറ്റാത്തതായിട്ടുള്ള രീതിയിൽ അധികമായിട്ടുള്ള ഒരു ടെൻഷനിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ആ ടെൻഷൻ എന്താണോ ആ ടെൻഷനെ ഒരു പേപ്പറിലേക്ക് എഴുതുക. ആ ടെൻഷൻ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലേക്ക് എഴുതുക. ആ പേപ്പർ നിങ്ങളുടെ മനസ്സാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ആ പേപ്പറാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ടെൻഷൻ. അതുപോലെ ഒരു പേനയും പേപ്പറും എടുത്ത് ആ പേപ്പറിലേക്ക് എഴുതുന്നു. അപ്പൊ ആ പേപ്പർ എന്നുള്ളത് നിങ്ങളുടെ മനസ്സാണ്. ഓക്കെ, അങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് ടെൻഷൻസും ആ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ആ ടെൻഷൻ എടുത്ത് കളയുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആ പേപ്പർ കീറിക്കളയുക. കീറിയതിനു ശേഷം കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ കീറിക്കളയുക. അപ്പൊ ആ കീറിക്കളയുന്നതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ടെൻഷനെ നിങ്ങൾ പുറന്തള്ളുകയാണ്. ഓക്കെ, ഇതൊരു നല്ല മാർഗമാണ്.
രണ്ടാമത്തെ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാനുള്ള മാർഗമാണ്. അപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? രണ്ടാമത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊന്നിലും ഏർപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യുക, ആ ഭയങ്കരമായ ടെൻഷനെ കുറിച്ച് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ അതുപോലെ ഒരു പേപ്പറിലേക്ക് എഴുതുക. എന്നിട്ട് ആ പേപ്പർ എന്നുള്ളത് നിങ്ങളുടെ മനസ്സാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആ പേപ്പർ കീറിക്കളയുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക. അപ്പൊ മനസ്സിൽ നിന്ന് അത് എടുത്ത് കളയുകയാണ്. ഓക്കെ, ആ ടെൻഷൻ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇനി നമുക്ക് മൂന്നാമതായിട്ട് എന്ത് ചെയ്യാൻ കഴിയും നോക്കൂ. ആ മൂന്നാമതായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എപ്പോഴും ഈ നിരാശ, ഞാൻ പറഞ്ഞു നിരാശയിൽ നിന്നാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഈ നിരാശയിൽ നിന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഈ നിരാശ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഓക്കെ, അവരെങ്ങനെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിത് അങ്ങനെ കിട്ടുമായിരുന്നു, അത് ചെയ്യുമായിരുന്നു, അത് ചെയ്ത് തന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു പ്രതീക്ഷ വെക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ചിലപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാറുണ്ട്. പരമാവധി മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പരമാവധി മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഇനി ഈ മറ്റുള്ളവർ അതാരും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, എന്തായാലും ഈ എക്സ് ഓർ വൈ എന്ന് പറയുന്നത് നിങ്ങളല്ല അല്ലെ. അവർക്കും അവരുടേതായ ചിന്തകളും അവരുടേതായ തീരുമാനങ്ങളും ഉണ്ട്. അപ്പോൾ അവര് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? അപ്പൊ അവരൊരു വ്യക്തിയാണ്, അവർക്കൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കണം എന്ന് നമ്മൾ എന്തിനാ വാശി പിടിക്കുന്നത്? അപ്പോ മറ്റുള്ളവരെ ഈ പറഞ്ഞ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നിരാശ ഉണ്ടാകാതിരിക്കാനും. അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന നമുക്ക് വലിയ, അതായത് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ജോലിയിൽ നമ്മൾ പെർഫെക്റ്റ് ആവുക. നമ്മളുടെ ജോലി എന്താണോ അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. അല്ലാതെ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാൾ നമുക്ക് ഇങ്ങനെ തിരിച്ചു തരണം എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മുടെ ജോലി നമ്മൾ മാക്സിമം നന്നായിട്ട് ചെയ്യുക. ഭഗവത്ഗീതയിലെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടത് അലസനായിട്ടിരിക്കാനല്ല, നിങ്ങൾ ചെയ്യേണ്ടതായ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അലസന്മാരായിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഫലം ഈശ്വരൻ തന്നുകൊള്ളും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അതോടുകൂടി നമുക്ക് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പകുതി നിരാശ ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത് നമുക്ക് ടെൻഷൻ ഒഴിവാക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മറ്റുള്ളവർ, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ആൾക്കാരാണ്, നിങ്ങളിലേക്ക് ടെൻഷൻ വരുന്നു എന്ന് തോന്നുന്ന ആൾക്കാർ ആരായാലും അവരെന്താണോ അവരായിട്ട് കാണാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുക. ഇപ്പൊ അവർക്ക് അവരുടേതായ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകും, കാഴ്ചപ്പാടുണ്ടാകും, അവരുടേതായ പൊസിഷൻസ് ഉണ്ടാകും. അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് കൊടുക്കാൻ നമ്മൾ പറയും. അവരെന്താണോ, അവരുടെ ക്യാരക്ടർ എന്താണോ അത് അംഗീകരിക്കുക. അവർ ചിലപ്പോൾ പൊതുവെ ദേഷ്യപ്പെടുന്ന ക്യാരക്ടർ ഉള്ളവരായിരിക്കും, അതല്ലെങ്കിൽ അവർ പൊതുവെ ടെൻഷൻ ആയിട്ടിരിക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ അവരെപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക, അവരുടെ വഴിക്ക് വിടുക. അവരെന്താണോ അവരായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് തയ്യാറാകുക. അവരെന്താണ് അതുപോലെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുക. ഇതാണ് നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പച്ചക്കറിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വെള്ളം നനയ്ക്കുക. അത് നല്ലൊരു മനസ്സിന് ഒരുപാട് റിലാക്സ് തരുന്ന ഒരു കാര്യമാണ്. ടെൻഷനൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കുക എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ മനസ്സ് റിലാക്സ് ആക്കാൻ, മൈൻഡ് റിലാക്സ് ആക്കാനും ബോഡി റിലാക്സ് ആക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ആറാമതായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടില് വളർത്തുമൃഗങ്ങളോ പക്ഷികളോ അവയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതും നമുക്ക് ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ആറാമത്തെ കാര്യം, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ വളർത്തുമൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ താലോലിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ടെൻഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ ആ ഒരു ടെൻഷനിൽ നിന്ന് ഫ്രീ ആയിട്ട് മാറും. ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ മണ്ണിലേക്ക് ചെളിയിലേക്ക് ഇറങ്ങി നിൽക്കുക കുറച്ചു നേരം. ആ ഒരു തണുപ്പും മണ്ണിലേക്ക് ചെളിയിലേക്കൊക്കെ ഇറങ്ങി നമ്മുടെ ചെരുപ്പൊന്നും ഇടാതെ പാദങ്ങളൊക്കെ ഫ്രീ ആക്കിയിട്ട് മണ്ണിലേക്ക് ഇറങ്ങി കുറച്ചു നേരം നിന്നാൽ തന്നെ നമുക്ക് ടെൻഷൻ ഒഴിവായി കിട്ടും. അതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്.
ഇനി 8ാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒത്തിരി പച്ചപ്പും അല്ലെങ്കിൽ വളരെ കൂളിംഗ് ആയിട്ടുള്ള നല്ല തണുപ്പൊക്കെ ഉള്ള കുറേ പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ നടക്കുക എന്നുള്ളത്. അത് മറ്റൊരു 8ാമത് നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും ഒന്നുകിൽ പ്രഭാതത്തിലോ അല്ലെങ്കിൽ പ്രദോഷത്തിലോ ഈവനിങ്ങിലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് മാക്സിമം നമ്മൾ രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി ഒരു ബോഡി നമ്മുടെ കൂളാവും, ഒരു കുറച്ചും കൂടി ശുദ്ധവായു കിട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്തു കൂടി യാത്ര ചെയ്യുന്നതും അല്ലെങ്കിൽ കുറെ നേരം ഇരിക്കുന്നതും യാത്രകൾ പോകുന്നതും ഒക്കെ, അത് നടന്നു പോകുന്നതാണ് മാക്സിമം നല്ലത്. അങ്ങനെ നടന്നു പോകുന്നതും ഒക്കെ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും ടെൻഷൻ കുറയാനും നല്ലതാണ്. ഇനി 9ാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്, ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ടെൻഷൻ മാറുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ടെൻഷൻ നിങ്ങൾക്ക് മാറുന്നില്ല, കുറയുന്നില്ല, ഒട്ടും കുറവ് സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതായത് നിങ്ങൾക്ക് അതുപോലെ വിശ്വാസമല്ല, നമുക്ക് ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാകും, പക്ഷെ നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ വളരെ റെയർ ആയിരിക്കും. അതിൽ നമ്മുടെ സുഹൃത്തുക്കളിലെ മെജോറിറ്റി പേരും ഈ പറഞ്ഞ അത്രയും സിൻസിയർ ആയിട്ടുള്ളവരായിരിക്കണമെന്നില്ല, അല്ലെ? അപ്പൊ വളരെ ആത്മാർത്ഥതയുള്ള, നിങ്ങളെ മനസ്സിലാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സുഹൃത്തുക്കളോട് ഒട്ടും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതായിട്ട് വരികയാണെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ടെൻഷൻ മാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ റിയൽ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ആ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് ഷെയർ ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് 9ാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇതൊന്നും ചെയ്തിട്ട് ശരിയാവാത്ത ആൾക്കാരുണ്ട്, എന്നിട്ടും പിന്നെയും എൻ്റെ ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് 9ാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏറ്റവും എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് റിലാക്സ് തരുന്നതെന്ന് തോന്നുന്നു. 10ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പൊ ഞാൻ 10 എണ്ണമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ 10ാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിലെ ഹോബീസിൽ ഏർപ്പെടുക. ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് പുസ്തകങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെ? ചിലർക്ക് പടം വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇത് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനകത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഫുൾ നമുക്ക് നല്ല റിലാക്സ് ആയി കിട്ടുന്ന ഒരു അനുഭവമാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ 10ാമതായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ പറഞ്ഞ ഒരുപാട് ടെൻഷൻ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് മെലഡി സോങ്സ് ഒന്നും കേൾക്കാൻ പോകരുത്. ഒരുപാട് ഈ പറഞ്ഞ അങ്ങനെയുള്ള വിഷമം വരുന്ന രീതിയിലുള്ള പാട്ടുകളൊന്നും കേൾക്കാതെ കുറച്ചും കൂടെ ഹാപ്പി മൂഡുള്ള രീതിയിലുള്ള പാട്ടുകൾ കേൾക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് വായിക്കുകയോ, ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുകയോ, അത് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി, ഏറ്റവും കൂടുതൽ അപ്പൊ ഈ 10 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ, ഈ 10 കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ടെൻഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാകും. അതായത് ടെൻഷൻ ഉണ്ടാകുന്നത് കുറെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കുറച്ച് ഇമോഷൻസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. കോപം, അല്ലെ, ദേഷ്യം, വെറുപ്പ്, ഈ പറഞ്ഞ നിരാശ, അമിതമായ ഉത്കണ്ഠ, ആങ്സൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, അസൂയ, വെറുപ്പ്, പക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ നിറയ്ക്കുകയും ഇതൊക്കെ ടെൻഷനിലാക്കുകയും ചെയ്യുള്ളൂ. ഈ കോപവും വെറുപ്പും ഒക്കെ കൊണ്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ അമിതമായ ആങ്സൈറ്റി കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള BP, ബ്ലഡ് പ്രഷർ, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മറ്റുള്ള ഒരാളോട് ഈ വെറുപ്പും പകയൊക്കെ വെക്കുന്നവർക്ക് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ നിരാശയിലാകപ്പെടുന്നവർക്ക് തന്നെ അവരുടെ അത് നമ്മൾ വിചാരിക്കും നമ്മൾ ടെൻഷനിലാകുമ്പോൾ നമ്മുടെ മനസ്സ് മാത്രമാണ് വേദനിക്കുന്നത്. ഒരിക്കലുമല്ല, നമ്മുടെ മനസ്സ് മാത്രമല്ല, നമ്മുടെ ഫുൾ ബോഡിയിൽ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ ഫുൾ അത് ബാധിക്കാറുണ്ട്. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാറുണ്ട്. സ്ത്രീകളോട് പ്രത്യേകം, ടെൻഷൻ അടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പ്രത്യേകം പറയട്ടെ, ടെൻഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ടെൻഷൻ നിങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്യൂട്ടിയെ തന്നെ അത് ബാധിക്കും കേട്ടോ. നിങ്ങളുടെ സൗന്ദര്യത്തെ തന്നെ അത് ബാധിക്കും. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, നിങ്ങളുടെ സ്കിൻ പെട്ടെന്ന് ഡള്ളാവും. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ഒരുപാട് അസുഖങ്ങൾ, നമ്മുടെ മെജോറിറ്റി അസുഖം നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടും നമ്മുടെ ഫുഡിങ് ഹാബിറ്റ് കൊണ്ടും ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം. അല്ലെ, മെജോറിറ്റി പങ്കെന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ടെൻഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കിട്ടാൻ നല്ലതല്ലാതെ മറ്റൊരു പ്രയോജനവും നമുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ആ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, പാട്ട് കേൾക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അവരെ അവരായിട്ട് കാണാൻ അംഗീകരിക്കുക. അവരെന്താണോ അവരതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബീസിൽ ഏർപ്പെടുക. അതുവഴി നിങ്ങൾക്ക് ടെൻഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ചെടികൾ നനയ്ക്കുക, വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, മണ്ണിൽ ഇറങ്ങി നിൽക്കുക, പച്ചപ്പുള്ള സ്ഥലത്ത് കൂടി ട്രാവൽ ചെയ്യുക, പാട്ട് കേൾക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ ഒരു ഏറ്റവും പ്രധാനം ഞാൻ വേറൊന്ന് പറഞ്ഞു, ഇങ്ങനെ ടെൻഷനൊന്നും കുറയാത്തവർക്ക് പേപ്പറിൽ എഴുതിയിട്ട്, നിങ്ങൾ മനസ്സിലുള്ള ടെൻഷൻ പേപ്പറിൽ എഴുതിയിട്ട് അത് കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ചെയ്തതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പ്രശ്നം പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എങ്ങനെ കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറയുന്നു, ഈ ടെൻഷൻ നിങ്ങളെ ഒരിക്കലും വലുതാക്കില്ല, ചെറുതാക്കിയുള്ളൂ. ടെൻഷൻ കൊണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് പോവുകയില്ല, നിങ്ങൾ പരാജയത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ടെൻഷൻ കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ടെൻഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും 47-ാം വയസ്സിൽ അദ്ദേഹം ജനിച്ച് ഒരു 18-ാം വയസ്സ് മുതൽ 47-49-ാം വയസ്സ് വരെയൊക്കെ അദ്ദേഹത്തിന്റെ ലവർ മരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് രീതിയിൽ സെനറ്റിൽ പരാജയപ്പെടുകയും മറ്റൊരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച ഒരാളാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹമൊക്കെ ജീവിതത്തിൽ എന്നിട്ട് ഓരോ തോൽവികൾ വരുമ്പോഴും ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ അതിനെങ്ങനെ വളരെ എപ്പോഴും ടെൻഷൻ ഉണ്ടാകുമ്പോൾ അത് ഫേസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നവന്റെ മുന്നിൽ എപ്പോഴും വിജയം ഉറപ്പാണ്. അതുകൊണ്ട് ടെൻഷൻ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഈ ടെൻഷൻ അവോയ്ഡ് ചെയ്താൽ മാത്രമേ വലിയവരാകുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായി പോകും. നിങ്ങൾ ചെറുതാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് സമ്മതപത്രം ആവശ്യമാണ്. ആരുടെ സമ്മതപത്രം? നിങ്ങളുടെ തന്നെ സമ്മതപത്രം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിന് ആ സമ്മതപത്രത്തിൽ സൈൻ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ ചെറുതാകരുത്, നിങ്ങൾ വലുതായിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വലുതാകണമെങ്കിൽ ഈ പറഞ്ഞ ടെൻഷൻ എന്ന് പറഞ്ഞ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ്. ആ ടെൻഷനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ എങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ടെൻഷനോ ആയിക്കോട്ടെ, അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്താ ചെയ്യുക, ജീവിതത്തിന്റെ സക്സസ് ആയിട്ടുള്ളത്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക് പോവുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും ചിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി, ഇപ്പോൾ ഒരുപാട് ടെൻഷനുള്ള ഒരാളാണ്, നമുക്ക് എതിരെ വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സമ്മാനമാണ് നല്ല ചിരി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒരു നല്ല ചിരി കൊണ്ട് നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയും, മറ്റൊരാളുടെ മനസ്സിലെ ടെൻഷനെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ സ്വയം ഒരു പേഴ്സണാലിറ്റിക്ക് നിങ്ങളൊന്ന് ചിരിക്കുന്നത്, നിങ്ങൾ ചിരിക്കുന്നതിന് ഗൗരവം പിടിച്ചിരിക്കാൻ ഒന്ന് സ്മൈൽ ചെയ്ത് നോക്കി. അത് നിങ്ങളുടെ ഒരു സ്മൈൽ വഴി ചിലപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു സന്തോഷം കിട്ടുന്നുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് സ്വയം ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഒരാളിലൊരു നല്ലത് കണ്ടു കഴിഞ്ഞാൽ, ഒരാളൊരു നല്ല ഡ്രസ്സ് ഇട്ടാൽ, അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടിയാൽ, നല്ലതായിട്ട് ചിത്രം വരച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ നല്ലൊരു അച്ചീവ്മെന്റ്, ഒരു നല്ലൊരു നേട്ടം ഉണ്ടായാൽ, അയാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടായാൽ, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമ്പോൾ, ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, ഒരു കുഞ്ഞു കാര്യമായിരിക്കാം, പക്ഷെ അതിനൊരു നന്ദി പ്രകടിപ്പിക്കുക, ഒരു താങ്ക്സ് പറയുക. ആർക്കും നഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് നിങ്ങളുടെ നല്ലൊരു ചിരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നല്ലൊരു ചിരി മറ്റൊരാളെ സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ ആ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും രീതിയിൽ അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അവരുടെ ഒരു വിജയത്തെ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കഴിയും. നല്ല ഡ്രസ്സ് ഇട്ടാൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട്, ഇത് പറയുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കുറവല്ല വരുന്നത്. ഇത് കേൾക്കുന്ന അയാൾക്കും അതുപോലെ നമ്മുടെ വ്യക്തിത്വം വികസിക്കുകയാണ്, പേഴ്സണാലിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പേഴ്സണാലിറ്റി അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്, അയാൾ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, നല്ല അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ അഭിനന്ദിക്കുക, ഒരാളുടെ വിജയത്തിൽ അഭിനന്ദിക്കുക. പിന്നെ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു തന്നാലും അതിന് നന്ദി പറയുക. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ചിരി, അഭിനന്ദനം, നന്ദി പ്രകടനം, ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തെ നന്നാക്കി എടുക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈഫിൽ കുറേ ഈ പറഞ്ഞ ടെൻഷൻ എന്നുള്ള ആ വലിയൊരു ജീവിയെ നമുക്ക് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ 10 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് ടിപ്സും കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തേക്ക് പോകുന്നു. നന്ദി.